ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നത് കേട്ടോ. നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ ഇപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പിയുടെ മാജിക് മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണമെന്നൊന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കുട്ടി സബോള, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ എന്താ പറയുക നമ്മുടെ കറിവേപ്പില, ഒരു തരി മല്ലിയില ഇട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കാൻ പോവാണ്. നല്ലോണം ഒന്ന് വഴറ്റി സെറ്റായിട്ട് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ നൂഡിൽസ് ഒന്നിട്ടിട്ട് വേവിച്ചെടുക്കട്ടെ. നമുക്ക് 4 എണ്ണമുള്ള പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ വെള്ളം ചൂടായിണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തു. ഇപ്പോഴത്തൊന്നും ഇതിൽ കിടന്നിട്ട് വേവട്ടെ. അപ്പോൾ ഞാൻ നൂഡിൽസിൻ്റെ മസാല പൊട്ടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഏറെ ഇപ്പി നൂഡിൽസാണ് മേടിക്കട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ്. നിങ്ങൾക്കൊക്കെ ഏതാ ഇഷ്ടം വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാ മസാലയും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ മസാലയുടെ. മസാല ഒക്കെ ഇതിലൊന്ന് സെറ്റ് ആവട്ടെ. ഇപ്പൊ മോന് സ്കൂൾ വിട്ട് വന്ന നേരം. അപ്പൊ അവന് ചായക്കും കൂടി ആയി. നമുക്ക് വൈകുന്നേരം മഴയൊക്കെ അല്ലേ, മഴയത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് അല്ലേ ചായ നൂഡിൽസൊക്കെ. അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിലിപ്പം മുട്ടേ സ്റ്റോക്കുള്ളൂ. അപ്പം നമ്മൾ മുട്ട ഇട്ട് കൊടുക്കണം. മുട്ട പൊഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്കതൊന്ന് ഇങ്ങനെ വറുത്ത പോലെ ആക്കി എടുക്കണം കേട്ടോ. അപ്പം ഇത് നമ്മൾ നൂഡിൽസ് അവിടെ വേവും ചെയ്യട്ടെ. പിന്നെ എന്തൊക്കെ എല്ലാവരും വിശേഷം? മഴയൊക്കെ ആയിട്ട് എന്തൊക്കെ പരിപാടി? എല്ലാവർക്കും നല്ല അടിപൊളി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കണില്ലേ എല്ലാവരും? മഴയത്ത് നമുക്ക് നല്ല പൊരിക്കടിയൊക്കെ കഴിക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടം ഉണ്ടാവില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല പൊരിക്കടിയും കട്ടൻ ചായയും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ മഴയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ അതുപോലെ ഒരു തോന്നിയിട്ടാണ് ഇപ്പോൾ ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ മുട്ട സെറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ നൂഡിൽസ് അപ്പുറത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ ഉടഞ്ഞ പോലെ ആയിട്ട് എടുക്കണം കേട്ടോ നമ്മൾ. എന്നാലാണ് മുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ആവുള്ളൂ. നൂഡിൽസിൽ നന്നായി മിക്സ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ മുട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നൂഡിൽസ് വേവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നൂഡിൽസൊക്കെ ഞാൻ തട്ടി കൊടുക്കാൻ പോവാട്ടോ. ഒരു അരിപ്പക്കലം വെച്ചിട്ട് അരിക്ക് വാർത്തെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ. പിന്നെ അത് മേലെ വെച്ചിരിക്കുക. അപ്പോൾ എടുക്കാൻ ഒത്തിരി മെനക്കടല്ലേ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണ കേട്ടോ. ഒറ്റയടിക്ക് തന്നെ നമുക്ക് അപ്പം ഇട്ട് കൊടുക്കാൻ പറ്റും. നന്നായി വെള്ളം വാർന്ന് കിട്ടുകയും ചെയ്യും. ഞാൻ ഓരോ തരികിടയിൽ ഒപ്പിക്കണം കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും മുട്ട വെച്ചിട്ട് നൂഡിൽസ്. ഉണ്ടാക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയല്ലേ, അപ്പോൾ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാവുമല്ലോ. അപ്പോൾ അതേ ഞാൻ എല്ലാതും കോരിയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കാം. ഇപ്പം നമുക്ക് വൈകുന്നേരം ആയാലും നമ്മളെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്താ കൊടുക്കുക ചായക്ക് എന്നൊക്കെയുള്ള കൺഫ്യൂഷനല്ല. അപ്പം നമ്മളെ ഏറെ മനസ്സിലുള്ള ടെൻഷൻ. വെക്കേഷൻ ആകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അതാവും. ഇപ്പം നമുക്ക് വൈകുന്നേരം ആയാൽ 4 മണിക്ക് ചായക്ക്, പിന്നെ കാലത്ത് ലഞ്ച് ബോക്സ്, ഇതൊക്കെയല്ലേ നമ്മളെ ടെൻഷൻ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇത്തിരി ഒരു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് കിട്ടില്ലേ നമുക്ക് കുരുമുളക് പൊടി. പിന്നെ എന്തിലിട്ടാലും നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇനി അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം.
കുരുമുളക് പൊടി ചിക്കന് ബീഫ് ഇതുപോലത്തെ സ്പൈസി ഐറ്റംസ് എല്ലാത്തിലും ഇട്ടാലും നല്ല ടേസ്റ്റാല്ലേ. അപ്പോൾ ഇതിലും കിടന്നോട്ട് ഒരുത്തിന്ന് വിചാരിച്ചു ഞാൻ. ഇനി ഒന്ന് ചെറുതായി ഒന്ന് ഡ്രൈ ആവട്ടെ, അതുവരെ നമുക്കൊന്ന് സ്ലിമ്മിൽ ഇട്ടേക്കാട്ടോ. അപ്പോൾ നമ്മൾ നൂഡിൽസൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും നൂഡിൽസ് ഇതുപോലെയാണ് ഉണ്ടാക്കാറെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മളെ ചായയും തിളച്ച് സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരയ്ക്കും ടാറ്റാ ബൈ.